പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയോടെ ഈ ഒരു പരിപാടി ആരംഭിക്കുന്നതിനായി ബ്രഹ്മചാരി മഹാരാജ് ക്ഷണിച്ചുകൊള്ളുന്നു. പ്രവർത്തിക്കണം, ആശ്രമങ്ങളിലെല്ലാം പോകണം. ആശ്രമങ്ങളിലെ ഇങ്ങനെയുള്ള സത്സംഗങ്ങളും എല്ലാം നടക്കുകയുള്ളൂ. അവിടെ സംശയ നിവർത്തികളുണ്ടാകും. ഇന്ന് പല യുവാക്കളും തെറ്റായ വഴിക്ക് പോകാൻ കാരണം അങ്ങനെ അവരെ സംശയം നിവർത്തി ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ആശ്രമങ്ങളെ തേടി പോവുക, സത്സംഗങ്ങൾ നടക്കണം. അപ്പോൾ അവരെ സംശയം നിവർത്തി ചെയ്താൽ ഇവിടെ ഒരു ആത്മഹത്യ നടക്കില്ല. ലഹരി പദാർത്ഥങ്ങൾക്ക് പിന്നാലെ കുട്ടികൾ പോവില്ല. നമുക്ക് നല്ല ഒരു ഭാരതത്തിനെ പടുത്തുയർത്താൻ പറ്റും. അതാണ് എൻ്റെയും അഭിലാഷം. ഈ ഓപ്പർച്യൂണിറ്റി തന്നതിന് സുന്ദരാനന്ദജി മഹാരാജിന് നന്ദി പറയുന്നു. അതുപോലെ എന്നെ ഇവിടെ പരിചയപ്പെടുത്തി കൊടുത്ത രമേഷ് മാഷ് ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന് നന്ദി പറഞ്ഞിട്ട് ഓം ജയ് ശ്രീറാം. നമ്മുടെ ശ്രീരാമകൃഷ്ണ ഭക്തനായ ശ്രീ സുധീഷ് രാമനും സംഘവും അവതരിപ്പിക്കുന്ന ഒരു ഭജനയാണ്. നമുക്ക് ഭജന ആസ്വദിക്കാം. മാടലന്ദ ചാലു ചാലുറ സാമി സാര മൈന മാടലന്ദ ചാലു ചാലുറ മനവിವಿನರಾ ಸ್ವಾಮಿ ನಿನ್ನು ನಮಿಯುನ್ನಾನು ಮರೇನಿ മനവിവിനರಾ ಸ್ವಾಮಿ ನಿನ್ನು ನಮಿಯುನ್ನಾನು ಮರೇಮಿ മനവിവിനರಾ ಸ್ವಾಮಿ ನಿನ್ನು ನಮಿಯುನ್ನಾನು ಮರೇಮಿ മനവിവിനರಾ ಸ್ವಾಮಿ ನಿನ್ನು నమ్మియున్నాను మరేమి గలుడైన నీపై గలుడైన నీపై గలుడైన నీపై వెలయు శ్రీ పద్మనాభ గలుడైన నీపై వెలయు శ్రీ పద్మనాభ తారమైన మాడలంద చాలు చాలు సామి సారమైన മാടലന്ദ ഈ ഒരു ചെറിയൊരു വേളയിൽ നമ്മുടെ കൊയിലാണ്ടി നിവാസിയായ ഒരു മിടുക്കി മയൂഖ പാർവതി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് മഞ്ചേരി മലപ്പുറത്ത് MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിക്ക് ശ്രീമദ് സ്വാമി സുന്ദരാനന്ദജി മഹാരാജ് ഇവിടെ കൊയിലാണ്ടി ആശ്രമം ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നതാണ്. ആ സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നത് രാമകൃഷ്ണ മഠത്തിൻ്റെയും മിഷൻ്റെയും ആഗോള ഉപാധ്യക്ഷനായ ശ്രീമദ് സ്വാമി സുഹിതാനന്ദജി മഹാരാജാണ്. ഭക്തർക്ക് ശ്രീരാമകൃഷ്ണ ദേവൻ്റെ സന്ദേശം എത്രമാത്രം ഉപകാരപ്രദമാണ് എന്ന വിഷയത്തെ ആസ്പദമാക്കി കുളത്തൂർ അദ്വൈതാശ്രമം അധ്യക്ഷൻ ശ്രീമദ് സ്വാമി ചിദാനന്ദപുരിജി മഹാരാജ് നമ്മോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതായിരിക്കും. സ്വാമിജിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഇവിടെ ഈ ആശ്രമത്തിൽ പരംപൂജ്യ സ്വാമിജിയുടെ സാന്നിധ്യത്തിൽ ഈ ഭക്തസമ്മേളനം നടക്കുമ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ എങ്ങനെ ഭക്തർക്ക് സാധനാമാർഗത്തിൽ മുന്നോട്ട് പോകാനുള്ള ഉപദേശങ്ങൾ തരുന്നു എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് പറയാനാണ് പൂജ്യ സ്വാമിജി ആവശ്യപ്പെട്ടത്. നേരത്തെ ഇവിടെ ഈയൊരു സഭയുടെ ആരംഭത്തിൽ ശ്രവണമധുരമായ ഒരു കീർത്തനം ആലപിച്ചുകൊണ്ടാണ് നമ്മൾ ആരംഭിച്ചത്. അതിലൊരൊറ്റ വാക്ക്
ഒരു വാക്യം സ്വീയ സുജീവിത വ്യാഖ്യാതവേദ എന്ന്. ആ ഒരൊറ്റ വാക്ക് നോക്കിയാൽ മതി ഈ ഒരു വിഷയം മനസ്സിലാക്കാൻ. സ്വീയ സുജീവിത വ്യാഖ്യാതവേദ. സ്വന്തം സുജീവിതം കൊണ്ട് വേദത്തെ വ്യാഖ്യാനിച്ച ഭഗവാന് ശ്രീരാമകൃഷ്ണദേവന് എൻ്റെ നമസ്കാരം എന്നാണ് അതിൻ്റെ പൂർണ്ണമായി അന്വയിക്കേണ്ടത്. സ്വന്തം ജീവിതം കൊണ്ട് വേദത്തെ വ്യാഖ്യാനിക്കുക, വാക്കുകളിലൂടെയല്ല. അതിൽ വാക്കുകൾ വരും, അതിൽ പ്രവൃത്തികൾ വരും. നമുക്ക് ലബ്ധമായിട്ടുള്ള ശ്രീരാമകൃഷ്ണദേവൻ്റെ ഉപദേശങ്ങളും അവിടുത്തെ ജീവചരിത്രവും ശ്രദ്ധിച്ച് ഒരു വിദ്യാർത്ഥി പഠിക്കുകയാണെങ്കിൽ അഥവാ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അയാളുടെ ജീവിതത്തിൽ വേണ്ടതെല്ലാം ലഭിക്കും. അവൻ ഏത് സാധനാമാർഗത്തിൽ പോകുന്നു എന്നുള്ളതല്ല, ശ്രവണ മനന നിധിധ്യാസ ലക്ഷണമായ ജ്ഞാനസാധനാ മാർഗത്തിൽ നീങ്ങുന്നവനാകട്ടെ, ശ്രവണ കീർത്തന സ്മരണ പാദസേവന അർച്ചനാദി ഭക്തിവിധാനത്തിൽ പോകുന്ന ആളാവട്ടെ, നിഷ്കാമ കർമാചരണം ചെയ്തുകൊണ്ട് കർമ്മയോഗ മാർഗത്തെ അവലംബിക്കുന്ന സാധകനാകട്ടെ, ഇനി യമനിയമാദി സാധനകൾ അനുഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന യോഗസാധകനാവട്ടെ, ഏത് മാർഗത്തിൽ നീങ്ങുന്ന ആളായാലും ഇനി ഇതൊന്നുമില്ല, എനിക്കിത്തരം സാധനാക്രമങ്ങളുടെ അനുശീലനമൊന്നുമില്ല, ഞാൻ ലോകത്തിൽ ധാർമ്മികമായി ജീവിച്ചു പോകണമെന്ന് മാത്രമേ ഉള്ളൂ, അയാളാവട്ടെ എല്ലാവർക്കും വേണ്ടതെല്ലാം ലഭിക്കും. ഒന്ന് ശ്രദ്ധിച്ചതിൽ നിന്ന് സ്വീകരിക്കണമെന്ന് മാത്രം ശ്രീരാമകൃഷ്ണദേവൻ്റെ ജീവിതത്തിൽ നിന്ന്. ഇവിടെ ലബ്ധമായ ഉപദേശങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ കാരണമുണ്ട്. നമുക്ക് ശ്രീരാമകൃഷ്ണദേവൻ്റെ ഉപദേശങ്ങൾ പ്രധാനമായി ലഭിക്കുന്നത് രണ്ട് സ്രോതസ്സുകളിലൂടെയാണ്. ഒന്ന് അവിടുത്തെ നേരിട്ടുള്ള ശിഷ്യന്മാരുടെ, പിൽക്കാലത്ത് സന്യാസിമാരായി തീർന്ന ശിഷ്യരുടെ പ്രഭാഷണങ്ങളിലും ലേഖനങ്ങളിലും മറ്റുമുള്ള ഉദ്ധരണികളിലൂടെയും മറ്റ് പരാമർശങ്ങളിലൂടെയും. മറ്റൊന്ന് ഏറ്റവും പ്രധാന സ്രോതസ്സ് ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിൽ നിന്ന്. ഈ വചനാമൃതം വളരെ ചുരുങ്ങിയ ഒരു കാലഘട്ടത്തിൽ പ്രായേണ വിദ്യാലയത്തിന് ഒഴിവുണ്ടായിരുന്ന 2 ദിവസങ്ങളിൽ മഹേന്ദ്രനാഥഗുപ്തൻ മാസ്റ്റർ മഹാശയൻ ശ്രീരാമകൃഷ്ണദേവനെ സന്ദർശിക്കുമ്പോൾ കേട്ടത് എഴുതിയെടുത്തതാണ്. അത് പ്രായേണ ഗൃഹസ്ഥ ഭക്തർക്കും സാമാന്യ ഭക്തന്മാർക്കും സജ്ജനങ്ങൾക്കും വേണ്ടിയുള്ള ഉപദേശങ്ങളാണ്. അതിൽ അവിടുത്തെ ഗൂഢങ്ങളായ ഉപദേശങ്ങളേറെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വയ്യ. കാരണം ഗൂഢങ്ങളായ ഉപദേശങ്ങളൊക്കെ തന്നെ അധികാരി ഭേദം കൽപ്പിച്ചുകൊണ്ട് തൻ്റെ അന്തരംഗ ശിഷ്യന്മാർക്ക് നൽകപ്പെട്ടതാണ്. അത് നമുക്ക് വചനാമൃതത്തിൽ ലഭിക്കില്ല. അത് പിന്നീട് സന്യാസിമാരായി തീർന്ന മഹാപുരുഷന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നേ ലഭിക്കൂ. അപ്പോൾ ഇവിടെ പറയാനുള്ളത് ഇത്ര മാത്രം: ഇത് രണ്ടിൻ്റെയും നല്ലപോലെയുള്ള അധ്യയനം നമ്മുടെ ഒക്കെ ഭാഗത്തു നിന്നുണ്ടാവട്ടെ. സുലളിതങ്ങളായ ദൃഷ്ടാന്തങ്ങളിലൂടെ, ഏതൊരു കൊച്ചുകുട്ടിക്കും ഗ്രഹിക്കാൻ കഴിയുന്ന ദൃഷ്ടാന്തങ്ങളിലൂടെ സാമാന്യ ജനങ്ങളോട് സംസാരിച്ചു
വചനാമൃതത്തിലൂടെ. മറ്റത് നമുക്കറിയില്ല. മറ്റത് മഹാപുരുഷന്മാർ അവരുൾക്കൊണ്ടതിനെ നമുക്ക് തന്നതാ. അപ്പം ഈ രണ്ട് സാഹിത്യ വിഭാഗവും നല്ലപോലെ ശ്രദ്ധിക്കണമേ എന്ന് ഇവിടെ കൂടിയ സജ്ജനങ്ങളോട് പറയുക ചെയ്യണത്. കാരണം ഏത് മാർഗത്തിൽ സഞ്ചരിക്കുന്നവനായാലും അത് ഈ മാർഗഭേദം കൽപ്പിക്കണതൊക്കെ വിദ്യാർത്ഥിക്ക് പഠിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ ഭക്തിയോഗം വേറെ, കർമ്മയോഗം വേറെ, ജ്ഞാനയോഗം വേറെ എന്നൊന്നുമില്ല. അത് നമുക്ക് സൂക്ഷ്മ പരിശോധനയിൽ മനസ്സിലാവും. ഭക്തിയില്ലാത്ത ആൾക്ക് എങ്ങനെയാണ് കർമ്മയോഗം സാധിക്കുക? കാരണം കർമ്മയോഗം ഫലകാംക്ഷയില്ലാതെ കർമ്മം ചെയ്യുന്നതാണെന്ന് പ്രസംഗിക്കാൻ കൊള്ളാം. ഒന്നുകൂടി പറയാം, ഫലകാംക്ഷയില്ലാതെ കർമ്മം ചെയ്യുന്നതാണ് എന്ന് പ്രസംഗിക്കാൻ കൊള്ളാം. കാരണം കർമ്മം ചെയ്യുമ്പോൾ ഫലകാംക്ഷ സ്വാഭാവികമായിട്ട് വരും. അപ്പോൾ കർമ്മയോഗം നേടാനുള്ള ഉപായം എന്താ? ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി കർമ്മം ചെയ്യുക എന്നുള്ളതാണ്. ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി കർമ്മം ചെയ്യണമെങ്കിലോ ഭക്തി നിർബന്ധമാണ്. ഭക്തി ഉണ്ടെങ്കിലേ സാധിക്കൂ. ഇനി ഭക്തിയുടെ ലക്ഷണം എന്താ? തദർപ്പിത അഖിലാചാരത തദ്വിസ്മരണേ പരമവ്യാകുലതാച്ച. എന്തെന്ത് ചെയ്യുന്നുണ്ടോ അത് ഈശ്വരാർപ്പണ ഭാവത്തിൽ ചെയ്യുക എന്നുള്ളതാണ് ഭക്തിയുടെ ലക്ഷണം. അപ്പോൾ ഭക്തിയും കർമ്മയോഗം ഒന്നായില്ലേ? ഇനി നമ്മൾ ശ്രവണ മനന നിധിധ്യാസ ലക്ഷണമായ മാർഗത്തിലൂടെ പോവുകയാണോ? അവിടെ ഉപനിഷത്ത് വ്യക്തമായി പറഞ്ഞു തരും. യസ്യ ദേവേ പരാഭക്തി യഥാ ദേവേ തഥാ ഗുരൗ തസ്യൈതേ കഥിതാഹ്യർത്ഥ പ്രകാശത്തെ മഹാത്മന എന്ന്. ആർക്കാണോ ഈശ്വരനിലും ഗുരുവിലും ഉറച്ച ഭക്തിയുള്ളത് അയാൾക്ക് മാത്രമേ ഈ ഉപനിഷത്ത് പ്രതിപാദിതങ്ങളായവ പ്രകാശിക്കുകയുള്ളൂ എന്ന്. അപ്പോൾ ഭക്തിരഹിതമായി ജ്ഞാനമുണ്ടോ? ഇല്ല. ജ്ഞാനരഹിതമായി ഭക്തിയുണ്ടോ? അതെന്തെങ്കിലും കാട്ടിക്കൂട്ടലുകളോ അല്ലെങ്കിൽ ചില ദുരാചാര പ്രകടനങ്ങളൊക്കെയായി മാറിയേക്കാം. അപ്പം ഇതെല്ലാം സൂക്ഷ്മ പരിശോധനയിൽ ഒന്നാണ്. വിദ്യാർത്ഥി പഠിക്കാൻ വേണ്ടി വേർതിരിച്ച് മനസ്സിലാക്കുന്നു എന്ന് മാത്രം. ഇത് ഏത് മാർഗത്തിൽ പോകുന്ന ആളായാലും അതിൻ്റെ എല്ലാം അടിത്തറയായി നിൽക്കുന്നത് ധർമ്മമാണ്. ധർമ്മത്തിൻ്റെ അടിത്തറയിൽ, ധർമ്മമാകുന്ന അടിത്തറയിൽ ഇരുന്നു കൊണ്ടാണ് എല്ലാ സാധനകളും നമ്മൾ അനുഷ്ഠിക്കുന്നത് അല്ലെങ്കിൽ അനുഷ്ഠിക്കേണ്ടത്. ഈ ധർമ്മത്തിൻ്റെ മൂലമേതാ? നിസ്സംശയം നമുക്ക് പറയാം, വേദോഖിലോ ധർമ്മമൂലം. വേദമാണ് ധർമ്മത്തിൻ്റെ മൂലം. ആ വേദത്തെ, ധർമ്മമൂലമായ വേദത്തെ സ്വന്തം ജീവിതത്തിലൂടെ വ്യാഖ്യാനിക്കുകയാണ് ശ്രീരാമകൃഷ്ണദേവൻ നമ്മുടെ മുമ്പിൽ ചെയ്തിട്ടുള്ളത്. ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളുടെയും പൂർണ്ണമായ ആവിഷ്കാരം ഒരു വിദ്യാർത്ഥിക്ക് ആ ജീവിതത്തിൽ ലഭിക്കും. സമ്പൂർണ്ണ സമർപ്പണം. ക്രമികമായി പരാഭക്തിയിലേക്കുള്ള ഉയർച്ച എങ്ങനെ? ആ പരാഭക്തിയിലേക്കുള്ള ഉയർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ സാധകനുണ്ടാവുന്ന അല്ലെങ്കിൽ സാധകൻ അഭിമുഖീകരിക്കേണ്ടുന്ന പരീക്ഷണങ്ങൾ, ആ പരീക്ഷണങ്ങളെ മുഴുവൻ അചഞ്ചലമായ ഭക്തി കൊണ്ട് എങ്ങനെ ജയിക്കാൻ സാധിക്കും? ഇതിൽ ശ്രീരാമകൃഷ്ണൻ്റെ സാധന പോലെ മറ്റൊരു നിദർശനം വേറെ നമുക്ക് ലഭിക്കില്ല. അവിടുത്തെ ജീവിതത്തിലൂടെ ഒന്ന് കടന്നു പോകൂ. നമുക്ക് അവിടുന്ന് പിന്നീട് സഹജമായി തീർന്ന, പിന്നീട് സിദ്ധാവസ്ഥയിൽ അവിടെ സഹജമായി ഭാവസമാധിയുടെ ഒരു നേർദർശനം, ഏതുപോലെയുള്ള നേർദർശനം എന്ന് ചോദിച്ചാൽ അതിവിദൂരമായ ഹിമാലയത്തിൻ്റെ ഒരു ശൃംഗം, അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗുരുനാഥൻ ശിഷ്യനോട് പറയുകയാണ്, നമുക്ക് അവിടെയാണ് എത്തിച്ചേരാനുള്ളത് കേട്ടോ, അതാണ് ലക്ഷ്യം, അതിൽ നിന്നൊരു ഇഞ്ച് പോലും മാറാൻ വയ്യ, ഉറച്ച് മനസ്സിലായിക്കോളൂ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചോളൂ. അത് കഴിഞ്ഞ് അവർ പല വഴികളിലൂടെ പോവുകയാണ്. ആ സഞ്ചരിക്കുന്ന സന്ദർഭങ്ങളിലൊന്നും ആ ഹിമാലയത്തിൻ്റെ
കൊടുമുടി കാണില്ല. കാരണം പല വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ആ സഞ്ചരിക്കുന്ന മാർഗത്തിൽ പല അനുകൂലതകളും വന്നു ചേരും. പ്രലോഭനങ്ങൾ മാടി വിളിക്കും. സിദ്ധികളുടെ പ്രവാഹം തന്നെ വന്നു ചേരും. പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. പക്ഷേ ആ ലക്ഷ്യം ഉറച്ച ഒരാൾക്ക് ഒരു വ്യതിചലനവുമില്ലാതെ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയും. ഇതെന്തിനിവിടെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, പിന്നീട് ശ്രീരാമകൃഷ്ണദേവൻ്റെ ജീവിതത്തിൽ അവിടെ സഹജമായ സിദ്ധാവസ്ഥയിൽ നമ്മൾ കാണുന്ന ഭാവസമാധിയുടെ ഒരു ചൂണ്ടിക്കാണിക്കൽ കൊച്ചു കുഞ്ഞാവുമ്പോൾ അവിടുത്തെ ജീവിതത്തിലുണ്ടായി. അന്നതിൻ്റെ ചുരുളുകൾ അവിടുന്ന് അഴിച്ചിട്ടില്ല. നീലാകാശത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത്യന്തം ശുഭ്രവർണ്ണമുള്ള പക്ഷികൾ സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ ആ കാഴ്ച അചലമായ അടിസ്ഥാനത്തിൽ എങ്ങനെ ചലമായ സമ്പൂർണ്ണ പ്രപഞ്ചവും ഈശ്വര ജീവഭേദവും ഒക്കെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ നേർക്കാഴ്ചയിലേക്ക് ആ ബാലനെ ഗദാധരനെ നയിച്ച സമയത്ത് പിന്നീട് ഏതൊരു സമാധി സഹജമായി തീർന്നോ അതിൻ്റെ ഒരു ചൂണ്ടിക്കാണിക്കലല്ലേ ആ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. പിന്നീട് നമുക്ക് കാണാം സൂക്ഷ്മ സാധനകളിലേക്ക് പ്രവേശിക്കുന്ന, ഈ ലോകത്തിലെ ഭൗതികമായി എന്തെന്തെല്ലാം ശ്രേഷ്ഠമായി മാനിക്കുന്നു അതിനെ മുഴുവൻ മാറ്റിവെച്ചുകൊണ്ട് പരമമായ ആ സത്യാന്വേഷണത്തിൻ്റെ പാതയിൽ മുന്നോട്ട് പോകുന്ന ആ സാധകനെ എന്തിനാണ് സാധകഭാവം കാണിച്ചത്? അവിടെ തൻ്റെ ഗീതോപദേശത്തിൽ ഭഗവാൻ പറയുന്ന വളരെ ശ്രദ്ധേയമായൊരു വാക്യമുണ്ട്. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തം അവാപ്തവ്യം വർത്തയേവച കർമ്മണി. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, യതി ഹ്യഹം ന വർത്തേയം ജാതു കർമ്മണ്യതന്ത്രിത മമ വർത്തമാനുവർത്തന്തേ മനുഷ്യ പാർത്ഥ സർവശ എന്ന്. താത്പര്യം, എനിക്ക് 3 ലോകത്തിലും കർത്തവ്യമൊന്നുമില്ല, നേടേണ്ടതൊന്നുമില്ല, നേടാത്തതുമില്ല. പക്ഷേ ഞാൻ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എന്തിന്? ലോകത്തിന് മാതൃക കാണിച്ചു കൊടുക്കാൻ വേണ്ടി. ഈ സാധകന് മാതൃകാ പ്രദർശനമാണ് പിന്നീട് നമ്മൾ കാണുന്ന ശ്രീരാമകൃഷ്ണദേവൻ്റെ ജീവിതം മുഴുവൻ തന്നെ. ഓരോ ഘട്ടവും ഒരു സാധകൻ്റെ ദൃഷ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് പറയണമെങ്കിൽ 2-3 മണിക്കൂർ നമുക്ക് ഒത്തുകൂടേണ്ടി വരും അവിടുത്തെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ. പക്ഷേ അചഞ്ചലമായ ശ്രദ്ധയോടെ ഭക്തിയോടെ എങ്ങനെ അവിടത്തേക്ക് ഒരു സിദ്ധികളും താത്പര്യം ഉണ്ടായിരുന്നില്ല. എത്ര സിദ്ധികൾ വാങ്ങിച്ചാൽ കരഗതമാകും. കാരണം ഭവതാരിണിയെ ഉപാസിച്ച് ആ ഭവതാരിണിയുടെ സ്വാത്മഭാവം നേടിക്കഴിഞ്ഞൊരു മഹാന് സകല സിദ്ധികളും സ്വാധീനമാണ്. ഒന്നുപോലും പ്രദർശിപ്പിക്കുകയല്ല ചെയ്തത്, മറിച്ച് സാധകനെ ഭക്തിമാർഗത്തിലൂടെ ആനയിക്കുക ചെയ്തത്. അവിടുന്ന് അങ്ങോട്ട് നോക്കൂ, ബാഹ്യങ്ങളായ എന്തെല്ലാം പരീക്ഷണങ്ങൾ, ഓരോന്നും എങ്ങനെയാണ് സാധകൻ ജയിക്കേണ്ടതെന്ന് നമുക്ക് കാണിച്ചു തരിക ചെയ്യണത്. ചിന്തിക്കുക, ഏതുവരെ എത്രമാത്രം ആ പരമസത്യസാക്ഷാത്കാരത്തിനുള്ളതായ ഇച്ഛാബലം നമുക്കുള്ളിൽ വേണം എന്നുള്ളത് പ്രദർശിപ്പിക്കാൻ എന്നോണമല്ലേ അവിടുത്തെ ദർശനം സിദ്ധമാകുന്നില്ലെങ്കിൽ എനിക്ക് ശരീരം തന്നെ വേണ്ട എന്നുള്ളൊരു നിശ്ചയത്തിലേക്ക് അവിടുന്ന് എത്തിച്ചേർന്നത്. ആ സമയത്ത് സുസ്പഷ്ടമായി തൻ്റെ മുമ്പിൽ പ്രകടമായി തീർന്ന ആ ദിവ്യഭാവത്തെ അവിടുന്ന് സാക്ഷാത്കരിച്ചതായി നമ്മെ അറിയിച്ചത്. ആ ജീവിതത്തിലൂടെ ഒന്ന് കടന്നു പോവുക. എന്തെന്ത് ആവശ്യമുണ്ടോ, എന്തെന്ത് സങ്കല്പിക്കുന്നു അത് മുഴുവൻ നൽകാൻ ആളുണ്ട്. അന്ന് ബംഗാളത്തിൽ തന്നെ ഏറ്റവും സമ്പന്നതയുള്ള വ്യക്തി തനിക്ക് എന്ത് സേവ ചെയ്യാനും സ്വാധീനമാണ്. പക്ഷേ അവിടുന്ന് പാരമാർത്ഥികമായ പാരമാർത്ഥിക സന്യാസം കാഷായധാരണമല്ല, പാരമാർത്ഥിക സന്യാസം നാമത്തിലുള്ള ഭേദം വരുത്തലല്ല, മറിച്ച് പാരമാർത്ഥിക സന്യാസം അതിലുറച്ചവിടുന്ന് കഴിഞ്ഞ് സാധകൻ ഇതിൽ പരം എന്ത് മാർഗദർശനം ലഭിക്കാനാ? ചിന്തിച്ചു നോക്കൂ.
ആ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുകയുള്ളൂ. ആ കടന്നു പോകുന്നതിനുള്ള 2 സ്രോതസ്സുകളാണ് നേരത്തെ പറഞ്ഞത്. സർവോപരി അനേക സാധനാമാർഗങ്ങൾ ഒരു ലക്ഷ്യത്തിലേക്ക് തന്നെ നയിക്കുന്നു എന്നുള്ളത് പ്രസംഗിക്കുകയല്ല, മറിച്ച് സ്വസാധനയിലൂടെ അനുവർത്തിച്ച് നമുക്ക് കാണിച്ചു തന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഓരോ വാക്കും ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു. പിന്നീട് സ്വാമിജി തൻ്റെ പ്രസംഗങ്ങളിൽ ആവർത്തിച്ചു, ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു എൻ്റെ ഗുരുനാഥൻ തന്ന ശബ്ദങ്ങളുടെ നിങ്ങളോട് വിപുലമായി നിങ്ങളുടെ ഭാഷയിൽ പറയുക എന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നതെന്ന്. ആ അനുഭവസിദ്ധമായ അനുഭൂതി ദശ അതിലേക്ക് അവിടുന്ന് എത്തിച്ചേർന്നിട്ടോ എത്രമാത്രം ആ നിസ്പൃഹ ഭാവത്തെ കാണിച്ചു എന്നുള്ളത്. ഈ എല്ലാ അവസ്ഥാന്തരങ്ങളിലൂടെ കടന്നു പോയാലും ഭൗതികമായ ശരീരം സ്വീകരിച്ചാൽ അതിന് തീർച്ചയായിട്ടും രോഗാദി ഭാവങ്ങളുണ്ടാവും, ആർക്കായാലും ഉണ്ടാവും. പഞ്ചഭൗതികമായ ശരീരം സ്വീകരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദോഷയുക്തമായ ശരീരം സ്വീകരിച്ചു കഴിഞ്ഞാൽ ആർക്കായാലും രോഗാദി ക്ലേശങ്ങളുണ്ടാവും. ആ രോഗാദി ക്ലേശങ്ങൾ അനുഭവിക്കുന്ന സന്ദർഭത്തിൽ അവിടുത്തെ കൃപയൊന്ന് നോക്കൂ. പലപ്പോഴും വേദനയും മറ്റും അനുഭവിച്ച് അഭിനയിച്ച് പുറമേന്ന് വന്നവരൊക്കെ അങ്ങ് പോയി കഴിഞ്ഞാൽ അന്തരംഗ ശിഷ്യന്മാരെ വിളിച്ചുകൂട്ടി സൂക്ഷ്മ തത്വങ്ങളെ ഉപദേശിക്കുന്ന ആ ഒരു ഭാവം. അപ്പോഴും തനിക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിച്ചില്ല. അവിടുന്ന് ഭവതാരിണിയോട് ഒന്ന് ചോദിച്ചാൽ പോരെ, ഇതെല്ലാം അങ്ങേക്ക് മാറില്ലേ എന്ന് ശിഷ്യന്മാർ ചോദിച്ചില്ലേ? അതിനവിടുന്ന് എന്ത് പ്രതികരിച്ചു? ചിന്തിക്കുക. ഇപ്പം പറഞ്ഞത് ഇത്ര മാത്രം. ഒരു സാധകന് തൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം വേണോ അത് മുഴുവൻ സ്വജീവിതത്തിലൂടെ കാണിച്ചു തന്ന് സ്വയം കൃതാർത്ഥനായി ഇരിക്കുമ്പോഴും ലോകാനുഗ്രഹം ചെയ്ത്, ആ ലോകാനുഗ്രഹത്തിൻ്റെ ഭാവം തൈത്തിരീയ ഉപനിഷത്തിൽ നമുക്ക് കാണാവുന്നൊരു ആശയമുണ്ട്. നിഷ്കിഞ്ചനായ നിഷ്കാമനായ ഋഷി പ്രാർത്ഥിക്കുക, എനിക്ക് പണം വേണം, എനിക്ക് പേരും പ്രശസ്തിയും വേണം, എനിക്ക് ധാരാളം വസ്ത്രങ്ങൾ വേണം, എനിക്ക് കമ്പിളി വസ്ത്രം വേണം, എനിക്ക് പശുക്കൾ വേണം, രോമുണ്ടാവുന്ന പശുക്കളും വേണം എന്നൊക്കെ. എന്തിനാ? തൻ്റെ അടുത്തേക്ക് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ജിജ്ഞാസുക്കളായവർ വന്നു ചേരട്ടെ, അവരിലൂടെ ഈ പ്രകാശം ലോകത്തിൽ പ്രസരിക്കട്ടെ എന്നുള്ള സങ്കല്പമാണ്. ഇതിൻ്റെ പുനരാഖ്യാനം നമുക്ക് ശ്രീരാമകൃഷ്ണദേവൻ്റെ ജീവിതത്തിൽ കാണാം. അവിടുന്ന് മട്ടുപ്പാവിലേക്ക് കയറി എന്താ നിങ്ങളാരും വരാത്തെ എന്ന് വിളിച്ച് ചോദിക്കുന്ന ആ ഒരു തലം, അതിൽ പരം ലോകാനുഗ്രഹത്തിൻ്റെ ഭാവം എന്താ നമുക്ക് കാണാൻ കഴിയുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആരെയാ വിളിക്കുന്നേ? ഈ നിധിയെ കൈമാറാനുള്ള, ഈ പ്രകാശത്തെ ലോകത്തിൽ പ്രസരിപ്പിക്കാനുള്ള ശിഷ്യന്മാരെയാ വിളിക്കുന്ന, ആഹ്വാനം ചെയ്യുന്നത്. ആർക്കു വേണ്ടി? വലിയ ഗുരുനാഥൻ ചമയാനാ? അവിടെയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, സ്വയം പൂർണ്ണതയിൽ തൻ്റെ ആനന്ദഭാവത്തിൽ വിരാജിക്കുമ്പോഴും സകല സാധനാമാർഗങ്ങളിലൂടെയും സഞ്ചരിച്ച് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എങ്ങനെ എത്തിച്ചേരണമെന്നുള്ള സാധന ഉപദേശമാണ് അവിടുത്തെ ജീവിതത്തിലെ ഓരോ സന്ദർഭവും. അത് വ്യക്തമായി അവിടുത്തെ നേരത്തെ സൂചിപ്പിച്ച 2 സ്രോതസ്സുകളിലൂടെ ആ ജീവിതത്തെ മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാം. ആ ഒരു അനുസന്ധാനം നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ തന്നെ കൃപ കൊണ്ട് നമുക്കത് ബോധിക്കാനും സാധിക്കും. അല്ലാതെ പുസ്തകം വായിച്ചിട്ടത് മനസ്സിലാക്കാം എന്ന് നമ്മൾ വിചാരിക്കേണ്ട. ആ ഒരു കൃപ കൊണ്ട് തന്നെ നമ്മുടെ മുമ്പിൽ അത് പ്രകടമായി തീരുമെന്നേ ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ. ഈ ഒരു വേദിയിൽ വരിക, ഈ ഒരു അനുഗ്രഹ സാന്നിധ്യത്തിൽ പങ്കുചേരുക എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇതിൽ വേറൊരു തെറ്റും കൂടി ഇവിടെ ചെയ്യുന്നുണ്ട്. പരംപൂജ്യ സ്വാമിജിയൊക്കെ സംസാരിക്കുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോവാന്ന് പറഞ്ഞാൽ അത് സമ്പ്രദായപ്രകാരം തെറ്റാ.
ഒരു രക്ഷയില്ല. ഇന്ന് ഇവിടെ 10 മണിക്ക് ഏറ്റു, അതേ 10 മണിക്ക് തൃശ്ശൂരും ഏറ്റു. അവരോടൊക്കെ പറഞ്ഞ് 4 മണി ആക്കിച്ചിട്ടുണ്ട്. അപ്പോൾ 4 മണിക്ക് തൃശ്ശൂർ എത്തണമെങ്കിൽ ഇനി ഇവിടുന്ന് പോവാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് ഒരു അറിഞ്ഞും കൊണ്ട് അരുതാത്തത് ചെയ്യേണ്ടി വന്നിരിക്കുക. എല്ലാവരോടും പ്രത്യേകിച്ച് പറയട്ടെ. അതുകൊണ്ട് ഒന്നേ പറയാനുള്ളൂ, ഈ 2 സ്രോതസ്സുകൾ, ഒന്ന് വചനാമൃതം, ദിവസവും ഒരു വ്രതാക്കുക. ഒരു 15 മിനിറ്റെങ്കിലും ഞാൻ വായിക്കും. ഒരു പ്രതിജ്ഞ നമുക്ക് ചെയ്തുകൂടെ? നിങ്ങൾ ചെയ്യുന്നുണ്ടാവുമായിരിക്കാം. പക്ഷേ ഒന്നങ്ങോട്ട് ഉറപ്പിക്കുക, ദിവസം ഞാൻ കുറച്ച് വായിക്കും. 2, ആ സോഴ്സ് മാത്രം പോരാ. സൂക്ഷ്മ ഉപദേശങ്ങൾ മനസ്സിലാക്കാൻ പിന്നീട് സന്യാസിമാരായി തീർന്ന മഹാന്മാക്കളുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന്, അതൊക്കെ ഇന്ന് സമാഹൃതങ്ങളായിട്ട് ഇംഗ്ലീഷ് ഭാഷയിൽ കണ്ടിട്ടുണ്ട്. മലയാളത്തിൽ തർജ്ജമ ഉണ്ടോയെന്ന് അറിയില്ല. ഏതായാലും എല്ലാ സന്യാസി ശിഷ്യന്മാരും അവർ ഈശ്വരൻ്റെ കൂടെ ജീവിച്ചു, ഈശ്വരൻ അവരുടെ കൂടെ ജീവിച്ചു എന്നീ 2 ഗ്രന്ഥങ്ങൾ അതിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച സൂക്ഷ്മ ഉപദേശങ്ങൾ നമുക്ക് ലഭിക്കും. ഇത് 2ഉം ഉൾക്കൊള്ളാൻ ശ്രമിച്ച് ദേ ലിവ്ഡ് വിത്ത് ഗോഡ്, അല്ലേ? ഗോഡ് ലിവ്ഡ് വിത്ത് ദം. അതിൻ്റെ ഇംഗ്ലീഷ് അറിയുന്നവർ ഇംഗ്ലീഷ് തന്നെ, അല്ലാത്തവർ മലയാളത്തിൽ ഉണ്ടെങ്കിൽ ഇത്രയും വായിച്ചു കഴിഞ്ഞാൽ തന്നെ എന്താണൊരു സാധകന് വേണ്ട മാർഗനിദർശനം എന്നുള്ളത് സുസ്പഷ്ടമായി നമുക്ക് ഗ്രന്ഥാകാരത്തിൽ ലഭിക്കും. ആ കൃപ കൊണ്ട് ആന്തരിക ഭാവം കൂടി മെല്ലെ അങ്ങോട്ട് ഹൃദയത്തിലാക്കി എടുക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. വേറെ ഇവിടെ ദീർഘമായിട്ടൊരു ഭാഷണത്തിലേക്കും പോകുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. പ്രബുദ്ധ കേരളം ശ്രീരാമകൃഷ്ണ മിഷൻ്റെ മലയാള മുഖപത്രമായ പ്രബുദ്ധ കേരളത്തിൻ്റെ എഡിറ്ററായ ശ്രീമദ് സ്വാമി നന്ദാത്മജാനജി മഹാരാജ് നമ്മോട് ശാരദാദേവി അമ്മയുടെ ജീവിതത്തെ ആസ്പദമാക്കി 2 വാക്ക് സംസാരിക്കുന്നതാണ്. ആയതിലേക്കായി സ്വാമിജിയെ ക്ഷണിച്ചുകൊള്ളുന്നു. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപ തമഹം വന്ദേ പരമാനന്ദമാധവം. ഓം സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. My Sashtanga Pranam to revered Swami Suhidanandaji Maharaj, Srimad Swami Saprabhanandaji Maharaj, Srimad Sundaranandaji Maharaj, ഇവരുടെ പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശിവകുമാരാനന്ദജി മഹാരാജ്, ഇവിടെ ഉപവിഷ്ടരായിരിക്കുന്ന മറ്റ് സന്യാസി ശ്രേഷ്ഠർ, ബ്രഹ്മചാരിമാർ, എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമങ്ങൾ. ഒത്തുകൂടിയിരിക്കുന്ന ഭക്തജനങ്ങൾ, ജിജ്ഞാസുക്കൾ, നാട്ടുകാർ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എന്നോടിവിടെ സംസാരിക്കാൻ പറഞ്ഞിരിക്കുന്നത് ശാരദാദേവിയെക്കുറിച്ചാണ്, അമ്മ ശാരദാദേവിയെക്കുറിച്ച്. അല്പം മുമ്പ് ചിദാനന്ദപുരി സ്വാമിജി ശ്രീരാമകൃഷ്ണ പരമഹംസരെക്കുറിച്ച് ഇവിടെ ഒരു മാർഗദർശനം നൽകുകയുണ്ടായി. അമ്മ ശാരദാദേവിയെക്കുറിച്ച് പറയുമ്പോൾ ഞാനിന്നിവിടെ നിൽക്കുന്നത്, ആ നിൽക്കുന്ന വേദി ഒരു അനുഗ്രഹീതമായ വേദിയാണ്. ഇവിടെ ഇരിക്കുന്ന ശ്രീരാമകൃഷ്ണ മഠത്തിൻ്റെയും മിഷൻ്റെയും വൈസ് പ്രസിഡൻ്റായ സുഹിതാനന്ദജി മഹാരാജ് അമ്മ ശാരദാദേവിയുടെ ശിഷ്യനായ പ്രേമേശാനന്ദജി മഹാരാജിനെ 10 വർഷം സേവിക്കുകയുണ്ടായി. ഒരു മഹാപുരുഷനെ 10 വർഷം സേവിച്ച ഒരു സ്വാമിജിയാണ് നമ്മുടെ കൂടെ ഒരു അനുഗ്രഹീതമായ സാന്നിധ്യവുമായിട്ട് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ശാരദാദേവിയെക്കുറിച്ച് ഈ വേദിയിൽ വെച്ച് പറയുക എന്ന് പറയുന്നത് ഒരു അവസരമായിട്ട് ഞാൻ കരുതുകയാണ്. ലോകം കീഴടക്കിയ, ലോകത്തെ ആശയങ്ങൾ കൊണ്ട് കീഴടക്കിയ വിവേകാനന്ദ സ്വാമികൾ, അദ്ദേഹം ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെയാണ് ശാരദാദേവിയുടെ അടുത്ത് പെരുമാറിയിരുന്നത്. ഇതിൽ നിന്നും നമുക്കെല്ലാം മനസ്സിലാവും, ഒരു പിഞ്ചു കുഞ്ഞ് എങ്ങനെയാണോ ഒരമ്മയുടെ അടുത്ത് പെരുമാറുന്നത്, അതുപോലെയാണ് ശാരദാദേവിയുടെ അടുത്ത്
ലോകത്തെ ആശയങ്ങൾ കൊണ്ട് കീഴടക്കിയ വിവേകാനന്ദ സ്വാമികൾ പെരുമാറിയിരുന്നത്. വിവേകാനന്ദ സ്വാമികൾ പാശ്ചാത്യ ലോകത്തെ എപ്രകാരമാണ് ആശയങ്ങൾ കൊണ്ട് കീഴടക്കിയത് എന്നുള്ളതിന് ഒരു ദൃഷ്ടാന്തം പറയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നടരാജഗുരു, അദ്ദേഹം ലോകം കണ്ട വലിയൊരു ദാർശനികനാണ്. ഈ നടരാജഗുരു ഉപനിഷത്ത് പ്രചാരണവുമായിട്ട് അമേരിക്കയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് അദ്ദേഹം തൻ്റെ ശിഷ്യനായിട്ടുള്ള ഗുരു നിത്യചൈതന്യയതിക്ക്, നിങ്ങൾ നിത്യചൈതന്യതയെ എല്ലാവർക്കും പരിചയം ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ നിത്യചൈതന്യതയ്ക്ക് ഒരു കത്തെഴുതി. ഇവിടെ അമേരിക്കയിൽ ധാരാളം ആവശ്യക്കാരാണ്, വേദാന്തം ശ്രവിക്കാനായിട്ട് ധാരാളം ആവശ്യക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്നെ സഹായിക്കാൻ, എൻ്റെ പ്രവർത്തനങ്ങളിൽ സഹായം ചെയ്യുവാൻ വേണ്ടി താങ്കളും കൂടി വരണം എന്നിങ്ങനെ നടരാജഗുരു നിത്യചൈതന്യതയ്ക്ക് ഒരു കത്തെഴുതി. അപ്പോൾ ആ കത്തിന് മറുപടിയായിട്ട് നിത്യചൈതന്യത എഴുതി, സ്വാമി വിവേകാനന്ദനെ പോലുള്ളവർ വേദാന്തം പ്രചരിപ്പിച്ച അമേരിക്കയിൽ പോയി നിസ്സാരനായ ഞാനെന്ത് ചെയ്യാനാണ്, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മറുപടി എത്രയും വേഗം നടരാജഗുരു നിത്യചൈതന്യതയ്ക്ക് എഴുതി, ഇവിടെ പാശ്ചാത്യ ലോകത്ത് സ്വാമി വിവേകാനന്ദൻ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ പലിശ എടുത്ത് ആർക്ക് വേണമെങ്കിലും കഴിയാമെന്ന്. ആലോചിച്ച് നോക്കൂ. അപ്പോൾ പാശ്ചാത്യ ലോകത്തെ ആശയങ്ങൾ കൊണ്ട് കീഴടക്കിയ ഒരാളാണ് വിവേകാനന്ദൻ എന്ന് അതിന് കൃത്യമായൊരു നിദർശനമാണിത്. അതുപോലെ തന്നെ പാശ്ചാത്യ ഫിലോസഫറായ ഒരു ബ്രിട്ടീഷ് ചിന്തകനായ എൽ ബാഷാം പറയുകയുണ്ടായി, സ്വാമി വിവേകാനന്ദൻ ആധുനിക ലോകത്തിൻ്റെ സൃഷ്ടാക്കളിൽ ഒരാളാണെന്ന്. ഇത് ഭാരതീയനല്ല പറഞ്ഞത്. നമുക്ക് പാശ്ചാത്യരുടെ ഒരു കൈവപ്പ് വേണം, എന്നാലേ നമ്മൾ വിശ്വസിക്കുകയുള്ളൂ. ഒരു പാശ്ചാത്യനാണ് പറഞ്ഞത്, വെറും പാശ്ചാത്യനല്ല, ഒരു പാശ്ചാത്യ ചിന്തകനാണ് പറഞ്ഞത്. എൽ ബാഷാം പറയുകയാണ്, ആധുനിക ലോകത്തിൻ്റെ സൃഷ്ടാക്കളിൽ ഒരാളാണ് വിവേകാനന്ദൻ. ആ വിവേകാനന്ദ സ്വാമികൾ പിഞ്ചു കുഞ്ഞിനെ പോലെയാണ് ശാരദാദേവിയുടെ അടുത്ത് പോകാറുണ്ടായിരുന്നതും പെരുമാറുണ്ടായിരുന്നു. സ്വാമി വിവേകാനന്ദൻ ശിവാനന്ദ സ്വാമികളോട് ഒരിക്കൽ പറയുകയുണ്ടായി, ശാരദാദേവിയെ ആരാണ് മനസ്സിലാക്കിയിരിക്കുന്നത്, അവരെ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല. ഇതാരാണ്? മറ്റൊരു ശിഷ്യനോട്, സഹോദര സന്യാസിയോട് വിവേകാനന്ദ സ്വാമി പറയുകയാണ്, മറ്റൊരു ഭക്തനോടൊന്നുമല്ല. അമ്മ ശാരദാദേവിയെ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല, അവരവതരിച്ചത് മഹാശക്തിയെ ഉണർത്തുവാൻ വേണ്ടിയാണ് എന്ന്. ഇത് ശിവാനന്ദ സ്വാമികളോട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതാണ്. മറ്റൊരിടത്ത് പറയുന്നുണ്ട് സ്വാമി വിവേകാനന്ദൻ, ശാരദാദേവിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഗാർഹിമാരുണ്ടാകുമെന്ന്. ഗാർഹിമാരെന്ന് പറഞ്ഞാൽ ഉപനിഷത്ത് ഗുരുക്കന്മാരാണ്. ശാരദാദേവിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉപനിഷത്ത് ഗുരുക്കന്മാരെ പോലുള്ള ആളുകൾ ഉണ്ടായി വരും എന്ന് വിവേകാനന്ദ സ്വാമികൾ ഒരിക്കൽ പറയുകയുണ്ടായിട്ടുണ്ട്. പിന്നെ എപ്പോഴൊക്കെയാണോ ശാരദാദേവിയുടെ അടുത്തേക്ക് പോകുന്നത്, അപ്പോഴൊക്കെ വളരെ ഭയന്നുകൊണ്ടാണ്, ബഹുമാനം, അത്രമാത്രം ഭയം കലർന്ന ബഹുമാനത്തോടു കൂടിയാണ് വിവേകാനന്ദ സ്വാമികൾ പോകാറുണ്ടായിരുന്നത്. ഉദ്ബോധനിൽ താമസിച്ചുകൊണ്ടിരുന്ന ശാരദാദേവിയുടെ അടുത്തേക്ക് ഇടയ്ക്ക് വിവേകാനന്ദ സ്വാമികൾ തോണിയിൽ കയറി പോകുമായിരുന്നു. അപ്പം അങ്ങനെ പോകുമ്പോൾ ഈ ഗംഗാജലം തലയിലേക്ക് ഇങ്ങനെ കോരി ഒഴിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ ആളുകൾ, ഈ ശിഷ്യന്മാർ എന്താ സ്വാമിജി കാണിക്കുന്നത്, എന്താണ്? അപ്പോൾ പറയുകയാണ്, ഞാൻ അമ്മയെ കാണാൻ വേണ്ടി പോവുകയാണ്, അമ്മ ശാരദാദേവിയെ കാണാൻ പോവുകയാണ്, അത്രയും പരിശുദ്ധി എനിക്ക് വേണം. വിവേകാനന്ദ സ്വാമികളുടെ പരിശുദ്ധിയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ വിവേകാനന്ദ സ്വാമികളാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ എന്തായാലും ശരി, ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവനെ കൂടി കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ ശാരദാദേവിയെ നമുക്ക് തിരിച്ചറിയാനാവുകയുള്ളൂ കുറച്ചെങ്കിലും. ശ്രീരാമകൃഷ്ണ പരമഹംസരെ, ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവനെ വിവേകാനന്ദ സ്വാമികൾ വിശേഷിപ്പിച്ചിട്ടുള്ളത് 4 വിശേഷണങ്ങൾ കൊണ്ടാണ്. വിവേകാനന്ദ സ്വാമികളുടെ കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് സ്വാമി വിവേകാനന്ദ 9 വോളിയംസ് നോക്കിക്കഴിഞ്ഞാൽ 4 ഇടത്താണ് വലുതായ രീതിയിൽ തൻ്റെ ഗുരുവിനെ വിശേഷിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്ന്, കാലത്തിനൊത്ത സിദ്ധൻ. ശ്രീരാമകൃഷ്ണദേവനെ കുറിച്ച് വിവേകാനന്ദ സ്വാമികൾ വിശേഷിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, കാലത്തിനൊത്ത സിദ്ധനായിരുന്നു അദ്ദേഹം. പിന്നെ പരിപൂർണനായിരുന്നു. വിവേകാനന്ദ സ്വാമികൾ ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ട് പരിപൂർണനായ ഒരേ വ്യക്തിയെ
ഒരേ ഒരു വ്യക്തിയെ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരിപൂർണനായിരുന്നു. പരിപൂർണൻ എന്നുള്ള ഒരു വാക്കുപയോഗിച്ചുകൊണ്ടാണ് ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവനെ വിവേകാനന്ദ സ്വാമികൾ വിശേഷിപ്പിക്കുന്നത്. പിന്നെ അവതാരവരിഷ്ഠൻ. നമുക്കറിയാം, അവതാരവരിഷ്ഠൻ എന്ന് വിവേകാനന്ദ സ്വാമികൾ ഗുരുവായ ശ്രീരാമകൃഷ്ണദേവനെ വിശേഷിപ്പിക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വിവേകാനന്ദ സ്വാമികളുടെ ശ്രീരാമകൃഷ്ണദേവനും തമ്മിലുള്ളൊരു സംഭാഷണമാണത്. ഒന്നിനും വയ്യാതെ ശ്രീരാമകൃഷ്ണദേവൻ ക്യാൻസർ ബാധിച്ച് കിടക്കുകയാണ്. ആ സമയത്താണ് വിവേകാനന്ദ സ്വാമികളുടെ മനസ്സിലൂടെ ഇങ്ങനെ ഒരു ചിന്ത കടന്നു പോയത്. ഈ അവതാര പുരുഷൻ എന്നൊക്കെ പറഞ്ഞ ആൾക്കാണല്ലോ ക്യാൻസർ വന്നിരിക്കുന്നത്. മനസ്സിലൂടെ ഇങ്ങനെ ഒന്ന് ചിന്ത കടന്നു പോയതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഒന്നിനും ആവാതെ ക്യാൻസർ ബാധിച്ച് കിടന്നിരുന്ന ഭഗവാൻ ശ്രീരാമകൃഷ്ണൻ എണീറ്റങ്ങിയിരുന്നു. എന്നിട്ട് ചോദിച്ചു, നിനക്കിനിയും എന്നെ മനസ്സിലായിട്ടില്ല അല്ലേ? ആരാണോ ഭഗവാൻ രാമനായും ഭഗവാൻ കൃഷ്ണനായും വന്നത്, ആ വ്യക്തി തന്നെയാണ് ഈ ദേഹത്തിലും കുടികൊള്ളുന്നത് എന്ന്. അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം, ആരാണോ ഭഗവാൻ ശ്രീകൃഷ്ണനായും ആരാണോ ശ്രീരാമനായും വന്നത്, ആ ചൈതന്യം തന്നെയാണ് ശ്രീരാമകൃഷ്ണ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ സത്യങ്ങളെ വെളിപ്പെടുത്തിയത് എന്ന് മനസ്സിലാക്കേണ്ടി വരും. ഈയിടെ ഞങ്ങൾ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് പോയി, ശ്രീരാമൻ്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് പോയി. അപ്പോൾ അവിടെ വെച്ച് ഒരു പ്രഭാഷകൻ ആ പ്രാണപ്രതിഷ്ഠാ വേളയിൽ പറയുകയുണ്ടായി, ശ്രീരാമൻ ജീവിച്ചിരുന്നു എന്നതിന് തെളിവ് ഭഗവാൻ ശ്രീരാമകൃഷ്ണനാണ്. കാരണം ഭഗവാൻ ശ്രീരാമകൃഷ്ണനാണ് പറഞ്ഞിട്ടുള്ളത്, ആരാണോ കൃഷ്ണനും ആരാണോ രാമനുമായി വന്നത്, ആ ആൾ തന്നെയാണ് ഈ ദേഹത്ത് ശ്രീരാമകൃഷ്ണനായിട്ട് കുടികൊള്ളുന്നത് എന്ന്. അപ്പോൾ ഈ ശ്രീരാമൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും അവതാരകാലം നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം, ശ്രീരാമനോടൊപ്പം ശക്തിയും കൂടെ വന്നു, സീതാദേവിയായിട്ട് കൂടെ വന്നു. അതുപോലെ തന്നെ ശ്രീകൃഷ്ണനോടൊപ്പം രാധാറാണിയും കൂടെ വന്നു. എന്നതുപോലെ ഭഗവാൻ ശ്രീരാമകൃഷ്ണൻ ഇവിടെ ആധുനിക കാലഘട്ടത്ത് അവതരിച്ചപ്പോൾ കൂടെ മഹാശക്തി ശാരദയുടെ രൂപത്തിൽ വന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ശ്രീരാമകൃഷ്ണ ഗതപ്രാണ എന്നാണ് ശാരദാദേവിയെ പലപ്പോഴും വിശേഷിപ്പിക്കാറുള്ളത്. ഇത് കാളിദാസൻ തൻ്റെ കൃതിയിൽ പറയാറുണ്ട്, ജഗതപിതരൗ വന്ദേ പാർവതി പരമേശ്വരം. ഈ ജഗത്തിൻ്റെ മാതാപിതാക്കളായിട്ടുള്ള പാർവതി പരമേശ്വരന്മാർക്ക് നമസ്കാരം. നമ്മൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഈ ജഗത്തിൻ്റെ മാതാപിതാക്കളായ ശ്രീരാമകൃഷ്ണ പരമഹംസർക്കും ശാരദാദേവിക്കും നമസ്കാരം എന്ന് പറയേണ്ടി വരും. ഇനിയും ശാരദാദേവി തന്നെ, അമ്മ ശാരദാദേവി തന്നെ സ്വന്തം ജീവിതത്തെപ്പറ്റി ഒന്ന് രണ്ട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ തൻ്റെ സമാധിക്ക് ശേഷം എന്നെ വിട്ടിട്ട് പോയത് ഈശ്വരനിലെ മാതൃത്വം വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. ഈശ്വരൻ്റെ മാതൃത്വം, ഈ പ്രപഞ്ചമാണ്. ശാരദാദേവി പറയുന്നത്, ഈ ലോകത്ത് ആരും അന്യരായിട്ടില്ല എന്ന്. ഈ ലോകത്തെ മുഴുവൻ സ്വന്തമാക്കാൻ പഠിക്കൂ എന്നാണ് സമാധിയാകുന്ന സമയത്ത് അമ്മ ശാരദാദേവി നമുക്ക് നൽകിയ ഉപദേശം. ഈ ലളിതാ സഹസ്രനാമത്തിൽ 1000 നാമങ്ങളുണ്ട്. അത് ദേവിയെ വിശേഷിപ്പിക്കുന്ന 1000 നാമങ്ങളാണ്. ഈ 1000 നാമങ്ങളെ എടുത്തൊന്ന് പരിശോധിക്കുക, ശാരദാദേവിയുടെ ജീവിതം ഒന്ന് വെക്കുക. ഇത് ശാരദാദേവിയുടെ ജീവിതത്തിന് അനുഗുണമാണ് ഈ 1000 മന്ത്രങ്ങളും എന്ന് കാണാൻ സാധിക്കും. ആ ബ്രഹ്മകീട ജനനി ലളിതാ സഹസ്രനാമത്തിലെ ഒരു മന്ത്രമാണ്, ഒരു നാമമാണ്. അബ്രഹ്മകീട ജനനി, അതായത് ബ്രഹ്മാവ് മുതൽ കീടം വരെയുള്ള എല്ലാ സർവ്വജീവജാലങ്ങളുടെയും അമ്മയാണ് ഞാൻ. ഇത് ലളിതാ സഹസ്രനാമത്തിലെ ഒരു നാമമാണ്. ശാരദാദേവി അത് അക്ഷരാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞതാണ് ഇങ്ങനെ, ഈ ലോകത്തിലെ ആരും അന്യരല്ല,
ഈ ലോകത്തെ മുഴുവൻ സ്വന്തമാക്കാൻ പഠിക്കൂ മക്കളെ എന്ന്. അപ്പം നമ്മൾ അയൽക്കാരെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ വെവ്വേറെ കാണുന്നുവെങ്കിൽ നമ്മുടെ അജ്ഞതയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മളെത്രയോ നമ്മുടെ ഉള്ളിലെ അജ്ഞത എത്രമാത്രം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. എനിക്ക് സമയമില്ല, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അടുത്ത വിഷയത്തിലേക്ക് പോവുകയാണ്. മറ്റൊരിക്കൽ ശാരദാദേവി പറയുകയുണ്ടായി, ഞാൻ നല്ലവരായ ആളുകളുടെ അമ്മയാണ് എന്നതുപോലെ ചീത്തയായിട്ടുള്ള മോശമായിട്ടുള്ള ആളുകളുടെ അമ്മയാണ് എന്നാണ് ശാരദാദേവി പറയുന്നത്. എന്നിട്ട് മറ്റിടത്ത് പറയുകയാണ്, മക്കളായിട്ടുള്ള ആളുകൾ ചെളി പുരണ്ടു പോയാൽ ആ മക്കളെ മടിയിൽ വെച്ച് ചെളി കഴുകിക്കളഞ്ഞ് എൻ്റെ മടിയിൽ വെച്ച് സംരക്ഷിക്കേണ്ടത് ഒരമ്മ എന്ന നിലയിൽ എൻ്റെ കർത്തവ്യമല്ലേ എന്ന്. അതായത് മോശമായിട്ടുള്ള ആളുകളുടെയും അമ്മയാണ് ഞാൻ, നല്ലവരായിട്ടുള്ള ആളുകളുടെയും ചീത്തയായിട്ടുള്ള ആളുകളുടെയും എല്ലാവരുടെയും സർവരുടെയും അമ്മയാണ് ഞാൻ. ഇത് ശാരദാദേവിയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അംജദ്, ശാരദാദേവി സന്യാസി, ശ്രീരാമകൃഷ്ണദേവൻ്റെ സന്യാസി ശിഷ്യരെ എങ്ങനെയാണോ കരുതിയിരുന്നത് അതുപോലെ തന്നെയാണ് ഒരു ഇസ്ലാം മതവിശ്വാസിയായ അംജദ് കൊള്ളക്കാരനാണ്, അംജദിനെയും കരുതിയിരുന്നത്. ശാരദാദേവിയുടെ ജീവിതം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടതായ പല കാര്യങ്ങളുണ്ട്. ഒറ്റ ഉദാഹരണം ഞാനിവിടെ പറയുന്നുള്ളൂ. അപ്പോൾ ഈ സമദർശിത്വം അങ്ങേയറ്റം നമുക്ക് ശാരദാദേവിയുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ശാരദാദേവി പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നെവർ ഫിയർ, ഒരിക്കലും ഭയം പാടില്ല. വെനെവർ യു ആർ ഇൻ എ ഡിസ്ട്രസ് ജസ്റ്റ് സേ യുവർ സെൽഫ് ഐ ഹാവ് എ മദർ, എനിക്കൊരു അമ്മയുണ്ട്. നിങ്ങൾ ഏത് കഷ്ടപ്പാടിലും ഏത് ദുരിതത്തിലും പെട്ടുപോകുന്നുവോ ആ സമയത്ത് ഒന്ന് ഓർക്കുക, എനിക്കൊരമ്മയുണ്ട് എന്ന്. ഇത് ശാരദാദേവിയുടെ വാക്കുകളാണ്. എന്ന് പറഞ്ഞതുപോലെ ഈ എല്ലാവരോടും ഈ ലോകത്തിലെ സർവ്വ മനുഷ്യരോടുമായിട്ട് ശാരദാദേവി പറയുകയാണ്, എനിക്കൊരമ്മയുണ്ട് എന്ന് നിങ്ങൾ ഓർത്തുകൊള്ളണം. അത് ശാരദാദേവിയെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അത്രമാത്രം അഭയം മാതൃദേവി ശാരദാദേവി നമ്മളോട് കാണിച്ചു, മനുഷ്യരാശിയോട് കാണിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം. അവർ വളരെ സാധാരണക്കാരിയെ പോലെയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ ജീവിച്ചിരുന്നത് ശാരദാദേവി. ശാരദാദേവിയുടെ കാരുണ്യത്തെപ്പറ്റി പറയുമ്പോൾ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ശാരദാദേവിയെ കാണാൻ വേണ്ടി പകൽ സമയത്ത് ധാരാളം ആളുകൾ വരും, സന്യാസിമാരായിട്ടുള്ളവർ, സാധകരായിട്ടുള്ള ആളുകൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ളവരൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ അതുകൊണ്ട് തന്നെ പകൽ സമയത്തൊന്നും സമയം കിട്ടില്ല. രാത്രിയിലാണ് വീട്ടിലെ പണികളൊക്കെ, വീട്ടുജോലികളൊക്കെ ശാരദാദേവി ചെയ്യുന്നത്. അപ്പോൾ വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതൊക്കെ ചെയ്തു വെക്കേണ്ടത് രാത്രി സമയങ്ങളിലൊക്കെയാണ്. അതിനിടയ്ക്ക് ജപമുണ്ട്, ഇതൊക്കെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ ഒരു സന്യാസി ശ്രേഷ്ഠൻ ശാരദാദേവി, അദ്ദേഹം രാത്രിയിൽ പാതിരാത്രി സമയത്ത് പുറത്തിറങ്ങി നോക്കിയപ്പോൾ ശാരദാദേവി മുറ്റത്ത് ഇരിക്കുകയാണ്. അപ്പോൾ ഇതാരും അറിയാതെ എന്താണ് ശാരദാദേവി ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം അടുത്ത് ചെന്ന് നോക്കി. അപ്പോൾ ആ മുറ്റത്തുള്ള ചെറിയ കല്ലുകളുണ്ടല്ലോ, അതൊക്കെ എടുത്ത് മാറ്റുകയായിരുന്നു. അതെന്താ അമ്മ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ രാത്രിയിൽ, ഈ പാതിരാത്രി എന്ന് പറയുമ്പം എന്ന് ചോദിച്ചപ്പോൾ ശാരദാദേവി പറയുകയാണ്, പകൽ സമയത്ത് ധാരാളം കുട്ടികൾ ഇവിടെ വരും, അവരുടെയൊക്കെ കാല് മുറിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. ഈ കല്ലുകളിൽ തൊട്ടിട്ട് കാലുകൾ മുറിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ഞാൻ പിഴുതു മാറ്റി വെക്കുകയാണ്. ഒന്ന് നോക്കുക ആ കാരുണ്യം എത്രമാത്രമായിരുന്നു എന്ന്. അതുപോലെ തന്നെ ത്യാഗം, അതിനെക്കുറിച്ചൊന്നും പറയാൻ സമയമില്ല. പിന്നെ സംരക്ഷണം. ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവന് ശേഷം ഈ ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തെ സംരക്ഷിച്ചു നിർത്തിയത് അമ്മയാണ്. ഇന്നിപ്പോൾ നോക്കുക, ഇന്നിപ്പോൾ ലോകം മുഴുവൻ പടർന്ന് പന്തലിച്ച ഒരു ആഗോള പ്രസ്ഥാനമായി മാറി. അപ്പോൾ അമ്മയാണ് ദീർഘകാലം, മാതൃദേവിയാണ് ദീർഘകാലം ഈ സംഘത്തെ വാത്സല്യം കൊണ്ട് നിലനിർത്തിയത് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കരുത്ത്, ശാരദാദേവിയിലെ കരുത്ത്, ഇത്രയും കാരുണ്യവതിയായ
ഇത്രയും പ്രേമപൂർണയായ ഒരു അമ്മ മറ്റു രീതിയിലും പെരുമാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കരുത്തോടുകൂടി പെരുമാറുക. ഇപ്പോൾ സീതാദേവി രാവണൻ്റെ മുമ്പിൽ കരുത്തോടുകൂടി പ്രതികരിച്ചില്ലേ എന്നതുപോലെ ശാരദാദേവി മറ്റു രീതിയിൽ പ്രതികരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ ബേലൂർ മഠത്തിൽ ദുർഗാപൂജ നടക്കുകയാണ്. ആ ദുർഗാപൂജ നടത്തുന്ന സമയത്ത് ശാരദാദേവി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇവിടെ ബലികർമ്മങ്ങൾ പാടില്ല എന്ന്. നിങ്ങളിപ്പോൾ കാളിഘട്ടിലുമൊക്കെ പോയി കഴിഞ്ഞാൽ, ബംഗാളിലെ മിക്കവാറും ദേവീക്ഷേത്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു 10 വർഷം മുമ്പ് അവിടെയൊക്കെ ബലികർമ്മങ്ങൾ കാണാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഈ ദുർഗാപൂജയുടെ ഒഴിവാക്കാനാവാത്ത ഒരു കാര്യമാണ് ഈ ബലികർമ്മങ്ങൾ. അപ്പോൾ ശാരദാദേവി നേരത്തെ തന്നെ പറഞ്ഞു ബേലൂർ മഠത്തിലാണ് ദുർഗാപൂജ നടത്തുന്നതെങ്കിൽ ഒരു കാരണവശാലും ബലികർമ്മങ്ങൾ ഇവിടെ പാടില്ല. അപ്പോൾ ഇത് വിവേകാനന്ദ സ്വാമികൾ പുരോഹിതന്മാരോട് പറഞ്ഞു ഇവിടെ ബലികർമ്മങ്ങൾ പാടില്ല എന്നാണ് അമ്മ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണത് പുരോഹിതന്മാരോട് പറയുന്നതെന്ന് പോലും വിവേകാനന്ദ സ്വാമിക്ക് നിശ്ചയമില്ല. കാരണം അവരൊക്കെ ദുർഗാപൂജ എത്രയോ പ്രാവശ്യം ചെയ്ത് പരിചയമുള്ളവരാണ്. അവരോട് ബലികർമ്മം കൂടാതെ ദുർഗാപൂജ ചെയ്യണമെന്ന് പറയാൻ പോലും വിവേകാനന്ദ സ്വാമിക്ക് പറ്റില്ല. അപ്പോൾ അതിനൊരു സൂത്രം കണ്ടുപിടിച്ചു. അമ്മയുടെ അടുത്തേക്ക് ഈ പുരോഹിതന്മാരെ വിളിച്ചുകൊണ്ട് പോയി. എന്നിട്ട് പറഞ്ഞു ദുർഗാപൂജ നടത്താനായിട്ട് നമ്മൾ തീരുമാനിച്ചു, പുരോഹിതന്മാരൊക്കെ ഇവിടെ എത്തിയിരിക്കുന്നു. അപ്പോൾ ശാരദാദേവി പറഞ്ഞു കാര്യങ്ങളൊക്കെ കൊള്ളാം, എല്ലാം ദുർഗാപൂജയുടെ ഒരുക്കങ്ങളൊക്കെ നടക്കട്ടെ, പക്ഷേ ഇവിടെ ബലികർമ്മങ്ങൾ പാടില്ല. പുരോഹിതന്മാരോട് പറഞ്ഞു ബലികർമ്മം ഉള്ള ഒരു പൂജ ഇവിടെ വേണ്ട. അപ്പോൾ എത്ര കരുത്തോടു കൂടിയാണ് ശാരദാദേവി വിവേകാനന്ദ സ്വാമിയുടെ മുമ്പിലൊക്കെയും അവരോടൊക്കെ പ്രതികരിച്ചത്. വിവേകാനന്ദ സ്വാമി ഭയത്തോടു കൂടിയാണ് ഇത് കേട്ടതും അത് പുരോഹിതന്മാരോട് പറയുകയും ചെയ്തത്. അപ്പോൾ ആ കരുത്ത് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ശരി, ഈ ശാരദാദേവിയുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ വളരെ സാധാരണത്വമുള്ള ഒരു ജീവിതമായിരുന്നു. അവരൊരു സാധാരണക്കാരിയാണ് ആയിട്ടാണ് ജീവിച്ചത്. ന ബുദ്ധിഭേദം ജനയേത അജ്ഞാനം കർമ്മ സംഗീനം എന്ന് ഭഗവത്ഗീതയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് മറ്റുള്ളവരിൽ ഒരു ബുദ്ധിഭേദവും ഉണ്ടാകാതിരിക്കത്തക്ക രീതിയിൽ വളരെ വളരെ മറ്റുള്ളവർക്ക് ഒരു രീതിയിലും ഒരു സംശയവും തോന്നാത്ത രീതിയിലാണ് ശാരദാദേവി ജീവിക്കുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരിയായിട്ട് പാചകമൊക്കെ ചെയ്ത് വീട്ടുകാരുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരു വീട്ടമ്മയായിട്ടാണ് ആ നാട്ടുകാരുടെയൊക്കെ മുമ്പിൽ, ജയറാംവാടിയിലെ ആളുകളുടെ മുമ്പിൽ അമ്മ ജീവിച്ചത്. പക്ഷേ അവരിലെ അസാധാരണത്വം അടുത്തറിഞ്ഞവർക്ക് മാത്രമാണ് തിരിച്ചറിയാൻ സാധിച്ചത്. ബ്രഹ്മാനന്ദ സ്വാമികൾ അമ്മയുടെ മുമ്പിലേക്ക് പോയില്ലായിരുന്നു. ബ്രഹ്മാനന്ദ സ്വാമികൾ ശ്രീരാമകൃഷ്ണ മിഷൻ്റെയും രാമകൃഷ്ണ മഠത്തിൻ്റെ ആദ്യ അധ്യക്ഷനായ ബ്രഹ്മാനന്ദ സ്വാമികൾ ബഹുമാനം കൊണ്ട് അമ്മ ജീവിക്കുന്ന ആ സ്ഥലത്തേക്ക് പോയില്ലായിരുന്നു. അത് ദൂരെ മാറി നിന്ന് സാഷ്ടാംഗ പ്രണാമം ചെയ്തു പോവായിരുന്നു. അപ്പോൾ അവർ ശാരദാദേവി അനുഭൂതിയിൽ വിരാജിക്കുന്ന ഒരു ബ്രഹ്മവാദിനിയായിരുന്നു. അവർ ശാരദാദേവി അനേകം ഭക്തർക്ക് മന്ത്രദീക്ഷ നൽകിയിട്ടുള്ള അനുഭൂതിയിൽ വിരാജിക്കുന്ന ഒരു ഗുരുവായിരുന്നു, ഒരു ബ്രഹ്മവാദിനിയായിരുന്നു. ഇതിനെയാണ് ലളിതാ സഹസ്രനാമത്തിൽ നമുക്കിങ്ങനെ കാണാൻ സാധിക്കുന്നത്. സംസാരപങ്ക നിർമ്മഗ്ന സമുദ്ധരണ പണ്ഡിത. സംസാരത്തിൽ മുങ്ങിക്കിടക്കുന്നവരെ ഉയർത്തുന്ന ആ കാരുണ്യവതിയായ അമ്മയാണ് ഞാനെന്ന് ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നത് നമുക്ക് ശാരദാദേവിയിൽ കാണാൻ സാധിക്കുന്നത് ഇവിടെയാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യന്മാർക്ക് പോലും മന്ത്രദീക്ഷ പലർക്കും നൽകിയിട്ടുള്ളത് ശാരദാദേവിയായിരുന്നു. ഒരിക്കലും ശാരദാദേവി ശ്രീരാമകൃഷ്ണദേവനോട് ചോദിച്ചു, അങ്ങ് എന്നെ എങ്ങനെയാണ് കരുതുന്നത് എന്ന്. അപ്പോൾ ശാരദാദേവിയോടായിട്ട് ശ്രീരാമകൃഷ്ണദേവൻ പറയുകയുണ്ടായി, എൻ്റെ അമ്മയായ, എനിക്ക് ജന്മം തന്ന അമ്മയായ ശ്യാമസുന്ദരി ദേവി അവരെങ്ങനെയാണോ എനിക്ക് ദക്ഷിണേശ്വരം ക്ഷേത്രത്തിലെ ജഗന്മാതാവായ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ചൈതന്യമായ കാളീദേവി എങ്ങനെയാണോ. അപ്പോൾ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ജഗന്മാതാവിൻ്റെ സ്ഥാനത്താണ് ശാരദാദേവിയെ ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ കണ്ടിരുന്നത് എന്നാണ് ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്. ഒരിക്കൽ ശാരദാദേവി ഭക്ഷണം കൊടുത്തിട്ട് തിരികെ പോകുമ്പോൾ
ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ അറിയാതെ നീ എന്ന് വിളിച്ചുപോയി. അറിയാതെ സംഭവിച്ചതാണ്. പെട്ടെന്ന് തന്നെ ശ്രീരാമകൃഷ്ണദേവൻ തിരിച്ചുപോയി വിളിച്ചിട്ട് പറഞ്ഞു, ക്ഷമിക്കണം ഭവതിയെ ഞാൻ നീ എന്ന് വിളിച്ചുപോയി, ക്ഷമിക്കണം കേട്ടോ. നോക്കുക, അപ്രകാരമായിരുന്നു ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ ശാരദാദേവിയെ കണ്ടിരുന്നത്. ഒരു ചെറിയ സംഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. നമുക്ക് ഈ ആഗോള പ്രസ്ഥാനം എന്ന നിലയിൽ ശ്രീരാമകൃഷ്ണ സംഘം നമ്മുടെ മുമ്പിലുണ്ട്. ഈ സംഘത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ സന്യാസിമാരെയൊക്കെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ശാരദാദേവിയുടെ സ്നേഹവും വാത്സല്യവുമാണ്. യാതൊരു സംശയവും വേണ്ട കാര്യത്തിൽ. ഏവർക്കും സംഘജനനിയായിട്ടാണ് ശാരദാദേവിയുടെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ആ ഒരു സ്നേഹത്തെ നമുക്ക് അനുഭവപ്പെടുത്താൻ സാധിക്കണം. നമ്മുടെ മുമ്പിലുള്ള അമ്മമാർക്കും ഭക്തന്മാർക്കും ഒക്കെ ആ ശാരദാദേവിയുടെ സ്നേഹത്തെ അനുഭവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള വലിയൊരു ദൗത്യം. ആ ഒരു ദൗത്യത്തെ ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കൽ ഞാനൊരു സന്യാസിയോട്, ഉത്തരേന്ത്യയിലുള്ളൊരു സന്യാസിയോട്, അദ്ദേഹം ലോകപ്രസിദ്ധനായ ഒരു പ്രഭാഷകനാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു അമ്മയുടെ കാര്യത്തെപ്പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ അമ്മ ശാരദാദേവിയുടെ മടിയിൽ തല വെച്ചുകൊണ്ടാണ് കിടന്നുറങ്ങാറുള്ളത് എന്ന്. നോക്കണം, അദ്ദേഹം ലോകപ്രസിദ്ധനായ ഒരു പ്രഭാഷകനാണ്. അദ്ദേഹമാണ് ഈ കാര്യം പറഞ്ഞത്. ഞാനൊരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് പറയാം. ഇത് വസിഷ്ഠ ഗുഹ പുരുഷോത്തമാൻ സ്വാമികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹിമാലയത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ഒരു സന്യാസി വര്യനാണ് വസിഷ്ഠ ഗുഹ പുരുഷോത്തമാനന്ദ സ്വാമികൾ. ഹിമാലയത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്ന ഒരാളാണ് വസിഷ്ഠ ഗുഹ പുരുഷോത്തമാനന്ദ സ്വാമികൾ. മറ്റു രണ്ട് പേര് ഡിവൈൻ ലൈഫ് സൊസൈറ്റിയുടെ സ്ഥാപകനായ സ്വാമി ശിവാനന്ദയും മറ്റൊരാൾ ചിന്മയാനന്ദ സ്വാമികളുടെ ഗുരുവായ സ്വാമി തപോവനുമാണ്. മൂന്നാമത്തെ ആൾ വളരെ പ്രസിദ്ധനായിട്ടുള്ള വസിഷ്ഠ ഗുഹ പുരുഷോത്തമാനന്ദ സ്വാമികൾ. ഈ വസിഷ്ഠ ഗുഹ പുരുഷോത്തമാനന്ദ സ്വാമികൾ തൻ്റെ ആധ്യാത്മിക ജീവിതം തുടങ്ങിയത് കൊയിലാണ്ടി ശ്രീരാമകൃഷ്ണ മഠത്തിൽ നിന്നുമാണ്. അദ്ദേഹവും ശാരദാദേവിയുടെ ഒരു പരമഭക്തനായിരുന്നു. ശാരദാദേവിയുടെ മുമ്പിൽ ഒരു കുട്ടിയെപ്പോലെ ആ സ്നേഹം നുകർന്നുകൊണ്ട് ജീവിച്ച ആ വസിഷ്ഠ ഗുഹ പുരുഷോത്തമാൻ സ്വാമികളാണ് പിന്നീട് ഹിമാലയം മുഴുവൻ പ്രസിദ്ധനായി മാറിയത്. അദ്ദേഹം തൻ്റെ ആധ്യാത്മിക ജീവിതം തുടങ്ങിയത് ഈ കൊയിലാണ്ടി ആശ്രമത്തിൽ നിന്നുമാണ്. എന്തായാലും ശാരദാദേവിയെക്കുറിച്ച് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ന് മുഴുവൻ നമുക്ക് പറയാൻ സാധിക്കും. പറയാനുള്ള അത്രയും വിഷയങ്ങളുണ്ട്. എന്തായാലും അരമണിക്കൂർ കൊണ്ട് ഈ ഒരു രീതിയിൽ ശാരദാദേവിയെ അവതരിപ്പിക്കാൻ അവസരം തന്ന സുന്ദരാനന്ദ സ്വാമികളോടും കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീമദ് സ്വാമി സുഹിതാൻജി മഹാരാജിനെ നാം ക്ഷണിക്കുകയാണ്. റെസ്പെക്ട്ഫുള്ളി ഐ ഇൻവൈറ്റ് മഹാരാജ് ഓൺ ടു ദി ഡയസ്. Monks, brahmacharis, and the devotees and admirers present here. First of all, I seek apology that I cannot communicate in your mother tongue. Before I land on the topic for today's deliberations, I would like to share with you some informal introduction. Informal introduction in this sense, because first Saprabhananda Maharaj, you are Saprabhananda? Yes. Saprabhananda Maharaj, he is senior to me. Senior to me because he came to Sri Ramakrishna world in 46, whereas I came in 56, 10 years junior to him. But anyhow, though probably you had your sannyasa in the year 71, but I got my sannyasa in 70. So in that respect, I am senior to him. Anyhow, so you can well understand that how happy congregation we are coming together here. And here some Swamis, they came from outside.
They are all the followers of Sri Ramakrishna, and they can speak and deliver nicely to the society. So through their voice, society is getting the message of Sri Ramakrishna. I came here yesterday, noon time, after noon prasad. I took a little rest. Afterwards, I woke up, and it was all more or less, nobody was there. So I alone came out and just to look at the ashrama, because so many things have going on. Buildings have come up. Let me see. While I was strolling, alone I was strolling, all of a sudden our Sundarananda, he could see me and he came to me and we moved around. I could find that so many persons are engaged in various work, because tomorrow function is there, day after tomorrow, today is function, tomorrow there is initiation process. Naturally the ashram is busy with various activities. And I was surprised to find that silently, when nobody was there in this here hall, here, there, I could find so many volunteers. They were working. And nobody to look after them. Nobody did any instruction to them. They themselves were doing. And as if it is their own job. This thing has surprised me very much, that how much they love this institution. They have taken this institution as if their own home, because no monk was there to supervise, no person was there to supervise, but they have accepted it as their own personal some responsibility. This thing, that means how much they have been involved with this ashram as well as with this Sri Ramakrishna, Holy Mother, Swamiji's message. This thing very much impressed me. Now regarding these topics, once I had an opportunity to meet Abdul Kalam. Abdul Kalam, after coming in touch with the Ramakrishna Vivekananda books, he said, Maharaj, I find religion also has got two aspects. One is the degree and another is post-graduation. What is that degree? Degree means somebody is trying to reach God through some method. This is the degree course. But that afterwards, actual religion starts. That is the post-graduation. This is the same methodology we find in the life of Sri Ramakrishna also. He started through Raghuveer and Makali, but after his realization he did not stop. He continued for the post-graduation. And for post-graduation, this Jesus, Allah, Ram, Sita, Krishna, Radha, for all the things. And ultimately he came to such a place that became some universal religion. Swami Vivekananda also mentioned the same thing. It is good to be born in the church, but it is bad to die in the church. One must transcend this church. So that is actual religion. Holy Mother's life, we also find the same thing. As probably he has mentioned, only one or two incidents we will find, then there it is clear. Holy Mother was born of Hindu Orthodox family and he became the widow. In those days, Orthodox Brahmin widows, how much Orthodox they become. I was born in such family and I have seen. Being born in that family, and in those days, Holy Mother shared food with Nivedita, olive oil, and Christian. And not only that, she cleaned the
place and vessels of Amjad, the Muslim dacoit. This is this broadness and Catholicity of the Holy Mother. So religion should come in that aspect. In Swamiji also followed the same method. Once somebody some newspaper editor attended Swamiji's lecture, and he said, I could find that this man is speaking in such a way as a mathematics professor is deducing his own formula or deductions, just in the same logical way. Sri Ramakrishna's method also was just that scientific method. He did not stop till he could find the end of the point. If there is any God in this Raghuvir Shila, if there is any God in this goddess Kali image, I shall have to find it out. Just like real scientist, he did not reject it because I cannot see it. I shall go deeper and deeper. I shall go the inner secret behind it. And he ultimately could realize God in the image of that. Swami Vivekananda also followed the same method. If you go through his lectures in America and England, you will find that apparent God, real God, microcosm, microcosm, evolution of God, all these things, this time, space, causation, all these things are nothing but scientific terms. And the people were overwhelmed to see his logical approach, and they accepted it as the broad religion. And they could appreciate him because they had the scientific temper. Automatically they could really appreciate the Swamiji's scientific approach to God. And we can find that how it is being demonstrated in our society. That has helped substantiate how the message of Sri Ramakrishna is percolating in the society. I will just mention 3 incidents. One incident in Belo Horizonte, Brazil, one gentleman had the vision of Raja Maharaj. And Raja Maharaj instructed him to strive to do something for the poor persons. He was Catholic and he was religious-minded person. He had the money. Raja Maharaj instructed him to do something for the poor. He started one orphanage. And in the orphanage, generally the children will be there, age will be hardly 3-4 years old, something to 9, 10, 11, something like that. Now, in one dormitory, the age 4 to 6, 7, they were kept. Boys and girls, the babies were kept. Now the babies had one problem. That means night time, they were feeling lonely without the mother, and they used to cry. But this man was in a fix how to solve this problem. Where from he would get mother. So what he did, because by this time he read the gospel and he could find the picture of Holy Mother. So he put the picture of Holy Mother in that dormitory and told those babies that whenever you feel lonely, you look at this picture. And surprisingly, just next day onwards, not a single baby cried. Not a single baby cried. Mother's presence was there. Another incident, I had to be in some Catholic family for staying. My residence was in a Catholic family. That family, next Sunday, they will go to the church. So they said, Maharaj, tomorrow so and so will arrange your food and all the things because we will go attending the church. I suggested, can I attend the church? They were very much excited. Do you like? Yes. So I attended the church, and there was, because I was in this dress, naturally there was some special arrangement for me.
And after the whole deliberation, I came out and I asked them, how you are synchronizing your this church going as well as this Ramakrishna Vivekananda movement? How you are synchronizing? He said, why Swamiji? This is from birth to death I am a Catholic, but in my spiritual life I am a follower of Sri Ramakrishna. This is graduation and post-graduation. And another incident I am telling, and with that I shall finish. In in Sao Paulo, Brazil, there the vice president, he was a leading cardiac surgeon of that area. He became the vice president. He actually came in touch of our Ritojananda Maharaj while he was a student. Ritojananda Maharaj inspired him and he became surgeon, cardiac surgeon, and at that time he was the topmost leading cardiac surgeon of the country. And he was as well as the vice president of the ashrama. While I went, at that time I was a general secretary, naturally we had some business talks. After business talk, there was informal discussion was going on. Informally I asked him, how many children do you have? He said, I have 3 sons. My first son, he is in America. He is also a surgeon. My second son, he is a chartered accountant. He is running his own farm here itself. About the third son, I am a bit diffident. I became probably he did not develop properly. He was something. Then with a little smile, he said, this ashram is my third son. This ashram is my third son. So this is how Sri Ramakrishna is entering into the society. You can well understand. Thank you. ഇന്ന് ഇവിടെ നടന്ന ചടങ്ങിൽ നന്ദി അറിയിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ഈ ഒരു പുണ്യ അവസരം എനിക്ക് നൽകിയ സ്വാമിജി സുന്ദരാനന്ദജി മഹാരാജിനെ ഞാൻ എൻ്റെ പ്രത്യേക നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ആത്മീയ പ്രഭാഷകരും അവരുടെ പ്രസംഗങ്ങളാൽ ഞങ്ങളെ പ്രബുദ്ധരാക്കിയിരിക്കുകയാണ്. ഈ ഉപദേശങ്ങളെല്ലാം തന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്താൻ നാം എല്ലാവരും ശ്രമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് മഹാരാജിൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ചൊരിയുമെന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മഹാരാജിൻ്റെ അനുഗ്രഹ ഭാഷണം എല്ലാ ഭക്തർക്കും ആത്മീയവും ശാരീരികവുമായ ഉണർവ് നൽകിയിരിക്കുന്നു. അതിനാൽ തന്നെ ഭക്തജനങ്ങളുടെ പേരിൽ ഞാൻ ഞങ്ങളുടെ അഗാധമായ നന്ദി അറിയിക്കുകയും ഞങ്ങളുടെ വിനീതമായ പ്രണാമങ്ങൾ അങ്ങയുടെ വിശുദ്ധ പാദങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനും ബഹുമാന്യനുമായ സ്വാമി സ്വപ്രഭാനന്ദജി മഹാരാജിന് ഞാൻ ഹൃദയംഗമമായ നന്ദി അറിയിക്കുന്നു. വാർദ്ധക്യത്തിലും തിരുവനന്തപുരത്തു നിന്നും ഇത്രയും ദൂരം സഞ്ചരിച്ച് കൊയിലാണ്ടി ഭക്തരുടെ ഇടയിൽ തൻ്റെ അനുഭവം പങ്കുവച്ചിരിക്കുകയാണ്. സ്വാമി വിവേകാനന്ദൻ്റെ സന്ദേശത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് തൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച അനുഭവങ്ങൾ പങ്കുവച്ച ചെങ്ങോട്ടുകാവ് രാമാനന്ദ ആശ്രമത്തിലെ ബഹുമാനപ്പെട്ട സ്വാമി ശിവകുമാരാനന്ദജി മഹാരാജിന് ഞാൻ ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുന്നു. ശ്രീരാമകൃഷ്ണ ഭഗവാന്റെ ചിന്തകളാൽ നമ്മെ പ്രകാശിപ്പിച്ച കൊളുത്തൂർ അദ്വൈതാശ്രമത്തിലെ ബഹുമാനപ്പെട്ട സ്വാമിജി ചിദാനന്ദപുരി മഹാരാജിന് എൻ്റെ വിനീതമായ നന്ദി അർപ്പിക്കുന്നു. പ്രചോദനാത്മകമായ പ്രഭാഷണങ്ങളിലൂടെ നമ്മെ നിരന്തരം പ്രചോദിപ്പിക്കുന്ന സ്വാമി നന്ദാത്മജാനന്ദജി മഹാരാജിന് ഞാൻ അഗാധമായ നന്ദി അറിയിക്കുന്നു. തൻ്റെ ആലാപന മികവ് കൊണ്ട് ഇവിടം ഭക്തസാന്ദ്രമാക്കിയ സുധീഷ് രാമനും സംഘത്തിനും അവർക്കും സന്തോഷപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈ ഒരു പരിപാടിക്കു വേണ്ടി തങ്ങളുടെ വ്യക്തിപരമായ സേവനങ്ങൾ വളരെ ശ്രദ്ധയോടെ നൽകിയ എല്ലാ വളണ്ടിയേഴ്സിനും എൻ്റെ നന്ദി. കൂടാതെ നമുക്ക് രുചികരമായ ഭക്ഷണം തയ്യാറാക്കി തരുന്ന എല്ലാ അമ്മമാർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ശ്രീരാമകൃഷ്ണ മഠത്തിൻ്റെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
कृष्ण शरणं राम कृष्ण शरणं राम कृष्ण शरणं शरण्ये शरणागतोऽहं 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 शरण्ये प्रभु शरणागतोऽहं 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 शरण्ये जय जय राम कृष्ण शरणं नमो श्री गुरवे नमो श्री गुरवे नमो श्री गुरवे नमो नमो प्रभु नमो श्री गुरवे नमो श्री गुरवे नमो श्री गुरवे नमो नमो जय जय राम कृष्ण शरणं राम कृष्ण शरणं राम कृष्ण शरणं शरण्ये प्रभु कृपा हि केवलं कृपा हि केवलं कृपा हि केवलं शरण्ये प्रभु कृपा हि केवलं कृपा हि केवलं कृपा हि केवलं शरण्ये जय जय राम कृष्ण शरणं राम कृष्ण शरणं राम कृष्ण शरणं शरण्ये राम कृष्ण जय जय 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 राम कृष्ण शरणं राम कृष्ण शरणं शरण्ये जय जय राम कृष्ण शरणं राम कृष्ण शरणं शरण्ये प्रभु कृपा हि केवलं कृपा हि केवलं कृपा हि केवलं शरण्ये प्रभु कृपा हि केवलं कृपा हि केवलं कृपा हि केवलं शरण्ये जय जय राम कृष्ण शरणं राम कृष्ण शरणं शरण्ये प्रभु राम कृष्ण शरणं शरण्ये जय जय राम कृष्ण शरणं शरण्ये जय श्री गुरु महाराज जी की जय जय भगवान श्री राम कृष्ण देव की जय जय महामाई की जय जय स्वामी जी महाराज जी की जय जय परदेवता की जय